വെൽക്കം ബാക്ക് ടു വൺവെസ്റ്റർ. ഇന്നത്തെ എപ്പിസോഡിൽ SIP കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. SIP എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിന്റെ ഷോർട്ട് ഫോം ആണ്. മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചോ അല്ലെങ്കിൽ SIP കുറിച്ചോ സംസാരിക്കുമ്പോഴത്തേക്ക് കോമൺലി എല്ലാവർക്കും രണ്ട് ഡൗട്ട്സ് ആണ് വരാറ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതും, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ SIP ത്രൂ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ഒരു ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളതാണ്. സോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സിലെ ലംസമിനെ പറ്റിയും SIPയെ പറ്റിയും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ ഒരു വൺ ടൈം പേയ്മെന്റ് നടത്തുന്നതിനാണ് ലംസം ഓപ്ഷൻ എന്ന് പറയുന്നത്. SIP എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ വീക്ക്ലിയോ മന്ത്ലിയോ ക്വാർട്ടർലിയോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് SIP എന്ന് പറയുന്നത്. നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എൻട്രി ടൈം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലംസം ഓപ്ഷൻ ആയിരിക്കും ബെസ്റ്റ്. SIP എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യുണീക്ക് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ്. അതെന്ന് പറയുന്നത് എല്ലാവർക്കും വർക്കൗട്ട് ആവുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ്. നിങ്ങളിപ്പം പ്രൊഫഷണൽ ആണെങ്കിലും ശരി അല്ലെങ്കിൽ ഒരു ബിഗിനർ ആണെങ്കിലും ശരി, SIP എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡിൽ ഞാൻ കൂടുതലായിട്ട് പറയാൻ പോകുന്നത് SIPയെ കുറിച്ചും അതിന്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചുമാണ്. മാത്രമല്ല എൻ്റെ അപ്കമിംഗ് ഫ്യൂ എപ്പിസോഡ്സ് എല്ലാം മ്യൂച്വൽ ഫണ്ട് SIPയെ കുറിച്ചാണ്. ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് 3 ഓപ്ഷൻസ് ആണ് മെയിൻലി ഉള്ളത്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലംസമാണ്, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ SIP ആണ്, മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ അഥവാ STP ആണ്. STP എന്ന് പറഞ്ഞാൽ അത് എക്സാക്ട്ലി ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ അല്ല. കാരണം STP എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ടിൻ്റെ ഒരു സ്കീമിൽ നിന്ന് മറ്റൊരു ഫണ്ടിലോട്ട് ഫണ്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതിനാണ് STP എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ബേസിക്കലി ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് 2 ഓപ്ഷനാണുള്ളത്, ലംസമും SIPയും. സോ ഈ എപ്പിസോഡിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ലംസമും SIPയും മാത്രമാണ്. ലംസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനാണ് ലംസം എന്ന് പറയുന്നത്. SIP എന്ന് പറഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ നമ്മൾ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് സ്പ്ലിറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് SIP എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പം 3 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ആ 3 ലക്ഷം രൂപ ഏതെങ്കിലും ഒരു സ്കീമിൽ ഒറ്റ ട്രാൻസാക്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ലംസം എന്ന് പറയുന്നത്. ഇനി അതേ 3 ലക്ഷം രൂപ തന്നെ 25,000 രൂപയായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് 12 മാസം കൊണ്ട് ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് SIP എന്ന് പറയുന്നത്. ലംസം ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും റെക്കമെൻഡഡ് അല്ല. കാരണം അത് വർക്കൗട്ട് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എൻട്രി ടൈം കറക്റ്റ് ആയിരിക്കണം. നിങ്ങൾ എൻട്രി ചെയ്ത ടൈം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ ഏതെങ്കിലും ഒരു സ്കീമിൽ സ്റ്റക്ക് ആവുകയും ചെയ്യും. കുറേ വർഷം എടുക്കുമായിരിക്കും അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട്. പക്ഷേ നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ലംസമായിരിക്കും വർക്കൗട്ട് ആവുന്നത്. SIPയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും വർക്കൗട്ട് ആവും. അതിപ്പം ബിഗിനേഴ്സിനായാലും ശരി, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണെങ്കിലും ശരി. മ്യൂച്വൽ ഫണ്ട്സിലെ ലംസം ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ബാങ്കിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. അതായത് നമ്മളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും 1 ലക്ഷം രൂപ ആണെങ്കിൽ നമ്മളൊരു ഫിക്സഡ് ടൈമിലത്തേക്ക് അത് ഒന്നിച്ചാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി മ്യൂച്വൽ ഫണ്ട്സിലെ SIP ഓപ്ഷൻ എന്ന് പറയുന്നത് ബാങ്ക്സിൻ്റെ റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാം. റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ എല്ലാ മാസവും ഒരു FDയിലോട്ട് ഇടുകയാണ്. അതിപ്പോൾ നമ്മൾ 5 വർഷത്തേക്കാണ് കണ്ടിന്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 5 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് റിട്ടേൺ ആയിട്ട് തിരിച്ചു കിട്ടുന്നത്. ലംസം ഓപ്ഷനിൽ യൂഷ്വലി എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരവരുടെ എൻറ്റയർ ക്യാപിറ്റലും ഒരു സിംഗിൾ ട്രാൻസാക്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാറാണ് പതിവ്. അതെന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ അതെന്ന് പറയുന്നത് ഒരു സ്മോൾ ഇൻവെസ്റ്ററിനോ അല്ലെങ്കിൽ ബിഗിനേഴ്സിനോ അഡ്വൈസബിൾ അല്ല. SIP ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ എമൗണ്ടാണ് എല്ലാ മാസവും ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ റിസ്ക് കുറയുകയാണ്. ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ SIP ചെയ്യുമ്പോഴത്തേക്ക് അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ റുപ്പി കോസ്റ്റ് ആവറേജിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഫണ്ടിൻ്റെ NAV എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് വിചാരിച്ചു. അതിൻ്റെ അടുത്ത മാസം ആ ഫണ്ടിൻ്റെ NAV 90 രൂപയിലോട്ട് പോയെന്ന് വെച്ചു. അപ്പോഴും നമ്മളത് പർച്ചേസ് ചെയ്യുകയാണ്. അതിൻ്റെ അടുത്ത മാസം അത് വീണ്ടും അത് 80 രൂപയിലോട്ട് പോയെന്ന് വിചാരിച്ചു. അപ്പോഴും നമ്മളത് പർച്ചേസ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് 4ാമത്തെ മാസം എത്തിയപ്പോഴത്തേക്ക് ആ ഫണ്ടിൻ്റെ NAV തിരിച്ച് 100 രൂപയിലോട്ട് തന്നെ എത്തിയെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിന് 10 രൂപയിലെത്തും. കാരണം അപ്പോഴേക്കും നമ്മുടെ ആവറേജ് പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് 90 രൂപയിലെത്തി. നമ്മൾ ഒറിജിനലി പർച്ചേസ് ചെയ്തത് 100 രൂപയാണ്. അത് കഴിഞ്ഞ് ആവറേജ് ചെയ്തുകൊണ്ട് നമ്മുടെ ആവറേജ് കോസ്റ്റ് അപ്പം 100-ൽ നിന്ന് 90 രൂപയിലോട്ട് എത്തി. അപ്പം മാർക്കറ്റ് പ്രൈസ് 90 രൂപയിലെത്തിയപ്പോഴത്തേക്ക് നമുക്ക് ലാഭവും നഷ്ടവും ഇല്ലാതായി. അത് കഴിഞ്ഞ് 100 രൂപയിലോട്ട് എത്തിയപ്പോഴത്തേക്ക് നമുക്കവിടെ ഒരു യൂണിറ്റിന് 10 രൂപ ലാഭം വന്നു. നമ്മുടെ ഒറിജിനൽ പർച്ചേസ് പ്രൈസ് അനുസരിച്ച് നമുക്ക് 110 രൂപ എത്തിയാൽ മാത്രമേ പ്രോഫിറ്റ് വരത്തുള്ളായിരുന്നു. ഇതാണ് റുപ്പി കോസ്റ്റ് ആവറേജിങ്ങിൻ്റെയും അല്ലെങ്കിൽ SIPയുടെയും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഇനി SIP പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ SIP എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാനും അതുപോലെ ഈ SIP എല്ലാവർക്കും വർക്കൗട്ട് ആകാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരാൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കറക്റ്റായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാർക്കറ്റിൻ്റെ പീക്കിലാണെങ്കിൽ നമ്മൾ അവിടെ സ്റ്റക്കായി പോകും. ഇനി മാർക്കറ്റിൻ്റെ പീക്കാണെന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ മാർക്കറ്റ് പിന്നെയും മേളിലോട്ടായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ചിലപ്പോൾ കുറേ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലോട്ട് അത് എത്തുന്നത്. സോ SIP വഴി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ മാർക്കറ്റിൻ്റെ ലെവൽസിനെ പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല.
അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ SIP ത്രൂ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റുപ്പി കോസ്റ്റ് ആവറേജിംഗ് ആണ്. അതുമാത്രമല്ല നമ്മൾ SIP ത്രൂ ലോങ് ടേമിലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റും അവിടെ വർക്കൗട്ട് ആവും. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ SIP എന്ന് പറഞ്ഞാൽ ഒരു റെക്കറിംഗ് ഡിപ്പോസിറ്റ് അല്ല. SIPയും റെക്കറിംഗ് ഡിപ്പോസിറ്റ് തമ്മിലുള്ള കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ രണ്ടിലും നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറൻ്റ് ആണ്. SIPയിലെ റിട്ടേൺസ് എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡേ അല്ല, ഈവൻ നമ്മുടെ ക്യാപിറ്റൽ പോലും അതിൻ്റെ അകത്ത് ഗ്യാരണ്ടീഡ് അല്ല. പക്ഷേ റെക്കറിംഗ് ഡിപ്പോസിറ്റിൽ എന്ന് പറഞ്ഞാൽ റിട്ടേൺസ് ഗ്യാരണ്ടീഡ് ആണ്, നമ്മുടെ ക്യാപിറ്റൽ അവിടെ സേഫും ആണ്. അതുകൊണ്ട് തന്നെ അത് തമ്മിലൊരു ഡയറക്റ്റ് കമ്പാരിസണേ ഇല്ല. കാരണം രണ്ട് റിസ്ക് പ്രൊഫൈലുള്ള രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റ്സ് ആണ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു SIP സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾ കാണണം. അതായത് എത്ര വർഷത്തേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അതുപോലെ എത്ര രൂപയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ആദ്യമേ ഫിക്സ് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് അതിനനുസരിച്ച് വേണം SIPയുടെ എമൗണ്ട് പ്ലാൻ ചെയ്യാനായിട്ടും അത് എത്ര വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാനും. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു SIP സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾ എത്തിയതിന് ശേഷം മാത്രമേ അത് സ്റ്റോപ്പ് ചെയ്യാവൂ. പക്ഷേ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ് റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫൈനാൻഷ്യൽ അഡ്വൈസറെ കണ്ടിട്ട് ഗൈഡൻസ് സീക്ക് ചെയ്യുക. അല്ലാതെ SIP അവിടെ സ്റ്റോപ്പ് ചെയ്യുകയല്ല വേണ്ടത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ SIP ത്രൂ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രശ്നമാണ് അവിടെ അവോയ്ഡ് ആയി കിട്ടുന്നത്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ്സിൻ്റെ ലെവലിനെ പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓൾ ടൈം ഹൈയിലാണെങ്കിലും അത് കഴിഞ്ഞ് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആവറേജ് കോസ്റ്റ് അവിടെ താന്നുകൊണ്ടിരിക്കും. അടുത്ത കാര്യം എന്ന് പറയുന്നത് SIP ഒരാളുടെ ഇൻവെസ്റ്റിങ്ങിനെ കൂടുതൽ ഡിസിപ്ലിൻഡ് ആക്കാനും അതുപോലെ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് ആക്കാനും സഹായിക്കും. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ SIPയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. നമുക്കൊരു SIPയുടെ പേയ്മെൻറ്റ് ഓപ്ഷൻ വേണമെങ്കിൽ വീക്ക്ലിയോ മന്ത്ലിയോ ക്വാർട്ടർലിയോ സെറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ അത് പോസ് ചെയ്യാനും പറ്റും. അങ്ങനെ പോസ് ചെയ്താൽ നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെ അത് അഫക്റ്റ് ചെയ്യത്തുമില്ല. പക്ഷേ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഫ്യൂച്ചർ റിട്ടേൺസിനെ അഫക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ LICയുടെ ഒക്കെ മിക്ക പ്ലാൻസിൻ്റെ അകത്ത് നമ്മൾ ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചർ റിട്ടേൺസിനെ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. ആ ഒരു പ്രശ്നം മ്യൂച്വൽ ഫണ്ട് SIPയിൽ വരുന്നില്ല. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ SIP ത്രൂ ഇക്വിറ്റി ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്നത്. SIP ത്രൂ ഡെറ്റ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ട് വലിയ മെച്ചം കിട്ടാനില്ല. ഡെറ്റ് ഫണ്ട്സിൽ ഒരുപക്ഷെ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒരു SIP സ്റ്റാർട്ട് ചെയ്താൽ അത് നിങ്ങളുടെ ഡെയിലി എക്സ്പെൻസിനെയോ അല്ലെങ്കിൽ മന്ത്ലി ബഡ്ജറ്റിനെയോ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. കാരണം ഒരു SIP സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 500 രൂപ മതി. നമുക്ക് മന്ത്ലി സേവ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് മാത്രം SIPക്ക് വെച്ചാൽ മതി. മാത്രമല്ല നിങ്ങൾക്ക് എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന് തോന്നുന്നോ അന്നേരം തന്നെ സ്റ്റോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ പോസ് ചെയ്യുകയോ ചെയ്യാനും പറ്റും. അതുപോലെ ഫൈനലി ഒരു ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റിങ്ങിന് പറ്റിയ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നതും SIP തന്നെയാണ്. സപ്പോസ് നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് ഒരു 10 ലക്ഷം രൂപ അക്യുമുലേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യാം. ആ 10 ലക്ഷം രൂപ നിങ്ങൾ 3 വർഷം കൊണ്ടാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു മാസം ഏകദേശം 25,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരിക. അതുപോലെ ആ ടാർഗറ്റ് നിങ്ങൾ 5 വർഷം കൊണ്ടാണ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മാസത്തെ SIP എന്ന് പറയുന്നത് ഏകദേശം 12,500 രൂപയാണ്. അതുപോലെ ആ ടാർഗറ്റ് ഒരു 10 വർഷം കൊണ്ടാണ് നിങ്ങൾ അക്യുമുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു മാസം ഏകദേശം 5,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരിക. ഒരു SIP സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത് ഇന്നലെയായിരുന്നു. ഇന്നലെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇന്നാണ് ഒരു SIP സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്നും ഒരു SIP എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആവുന്നത് എങ്ങനെയാണെന്നും എൻ്റെ അപ്കമിംഗ് എപ്പിസോഡിനകത്ത് ഞാൻ പറയുന്നതായിരിക്കും. അതെന്തുകൊണ്ടാണെന്നും ഒരു മ്യൂച്വൽ ഫണ്ട് SIP എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആവുന്നത് എങ്ങനെയാണെന്നും ഞാൻ എൻ്റെ അപ്കമിംഗ് എപ്പിസോഡിൽ ഒരു റിയൽ എക്സാമ്പിളും അതിൻ്റെ റിയൽ റിട്ടേണും യൂസ് ചെയ്ത് ഞാൻ പറയുന്നതായിരിക്കും. അതെന്തുകൊണ്ടാണെന്നും ഒരു മ്യൂച്വൽ ഫണ്ട് SIP എല്ലാവർക്കും പറ്റിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആവുന്നത് എങ്ങനെയാണെന്നും ഞാൻ എൻ്റെ അപ്കമിംഗ് എപ്പിസോഡിനകത്ത് ഒരു റിയൽ മ്യൂച്വൽ ഫണ്ടും അതിൻ്റെ റിയൽ റിട്ടേണും യൂസ് ചെയ്ത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.